പിന്നെ പറഞ്ഞ് ഈ BJPയെ നോർമലൈസ് ചെയ്യുന്നൊരു സ്വഭാവം കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോവിഡിന് ശേഷമാണത് കൂടുതൽ വന്നിട്ടുള്ളത്. അതായത് ഒരു BJP ഒരു ഭീഷണിയാണ് അത് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അത് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ നമ്മുടെ മീഡിയകൾക്ക്, അതായത് ഈ കഴിഞ്ഞ ഏതാനും വർഷത്തെ മാധ്യമ ചർച്ചകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ BJP വന്നു, സ്വാഭാവികമായിട്ടും ഒരു ഭരണകക്ഷി എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രതിനിധികൾ എന്ത് ചെയ്യണം, ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് ഏതൊരു വിഷയം, ഭൂമിക്ക് താഴെയുള്ള ഏത് വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിലും 4 ആൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളൊന്നുണ്ടാവും, വലത് നിരീക്ഷകൻ അല്ലെങ്കിൽ BJP എന്നുണ്ടാവും. എന്നിട്ട് ഇത്ര കാലം അവരുടെ ശാഖകളിൽ അടക്കം പറഞ്ഞിരുന്ന കുറേ വിഷയങ്ങളുണ്ട്, മറ്റു മതവിദ്വേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മതവിദ്വേഷത്തിൻ്റെ പഴയ നോട്ട് എടുത്തു വെച്ചുകൊണ്ട് ചാനലിൽ വരികയും എന്നിട്ട് അത് മുഴുവൻ ഈ കേരള സമൂഹത്തിൽ ഛർദ്ദിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ മലയാള ചാനലുകളാണ്. അവർക്കിതിൽ കൃത്യമായ പങ്കുണ്ട്. ചിലരൊക്കെ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടി കുറേ BJPൻ്റെ ന്യായങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. എന്നിട്ട് അതിനെതിരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് പറയാം. എന്നിട്ട് ആങ്കർ രണ്ടോടത്തല്ലാത്ത രീതിയിൽ പറയാം. അവസാനം എന്തായി, ആ വിഷയത്തിൽ ഇവർക്ക് പറയാനുള്ള നരേറ്റീവ് എന്ത് ചെയ്യും, കേരള സമൂഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കേരളത്തിന് ഓരോ ദിവസവും ഈ അന്ത്യചർച്ചകളിലൂടെ മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് നമ്മൾ കാണാതിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ച അത്ര എന്തായിട്ടുള്ളത്. പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അപ്പുറത്തുണ്ടാകുമ്പോൾ ഇത് തന്നെയാണല്ലോ പല ആൾക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാറ്റം, അവരുടെ ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞ ആ പ്രസ്താവന, അതിനോടുള്ള പ്രതികരണം, അത് തന്നെ ചർച്ച ചെയ്തിട്ട് ഇത് വെട്ടിമുറിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ സമാധാനവാദികളായ ഹൈന്ദവരിലും ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും മറ്റു വിഭാഗങ്ങളിലും ക്രിസ്ത്യാനികളിലൊക്കെ ഉള്ള നല്ല മനുഷ്യന്മാർ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കണ പരിപാടിയാണ് ഇത് നടക്കണതെന്ന് മനസ്സിലാക്കി വിവേകപൂർവം മതനിരപേക്ഷതയെ ശരിക്ക് ഉറപ്പിച്ച് നിർത്താനായിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്രമം എന്നാണ് എനിക്കതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഇപ്പോൾ BJP എന്തായിട്ടുണ്ട്, ഇങ്ങനെ വന്നതുകൊണ്ട് ചെറിയൊരു ഭീഷണി വന്നിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും അവർ രണ്ടാം കക്ഷിയാണ്. അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണണം. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അതിനെ നമുക്ക് ഗൗരവത്തിൽ കാണാൻ ഈ ഒരു ആശയം എല്ലാവരും തിരിച്ചറിഞ്ഞാൽ മതി. കേരളം ഒരിക്കലും ഒരു ഉത്തരേന്ത്യയെ പോലെ ജീവിക്കാൻ വിടാൻ പറ്റിയ സ്ഥലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.